ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഫിഗരൻ. നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണ്? നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ആയി പോവുകയാണ് അല്ലേ? അതായത് നമ്മൾ സാലറി കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും മറ്റ് നമ്മുടെ യൂട്ടിലൈസിങ് എല്ലാം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫുൾ ഡിസപ്പിയർ ആവുന്നു. പൈസ മൊത്തം നമുക്ക് പോവുകയാണ്. പിന്നെ നമുക്ക് ഒരു രൂപ അവിടെ സേവ് ചെയ്യാൻ കിട്ടുന്നില്ല. ഈ ഒരു ഇഷ്യൂ എല്ലാവരും ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിതിൽ നിന്ന് കരകയറാനായിട്ട് 5 ടിപ്പ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ടിപ്പ്, ക്യാൻസൽ അൺയൂസ്ഡ് സബ്സ്ക്രിപ്ഷൻ. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കാത്ത ഒരുപാട് OTT പ്ലാറ്റ്ഫോം ഉണ്ട്, എന്നാൽ അതിൽ സബ്സ്ക്രിപ്ഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലോ ആമസോൺ പ്രൈമോ ഇതുപോലെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അധികം വാച്ച് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോളൂ. ഇപ്പം ഒരു മാസത്തെ കണക്ക് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന ടൈമിനായിരിക്കും നമ്മൾ ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ വാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ അധികം വാച്ച് ചെയ്യുന്നില്ല. വളരെ റെയറായിട്ട് വീക്കെൻഡ്സിൽ 1-2 തവണയൊക്കെ ആയിരിക്കും നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള അധികം യൂസ് ചെയ്യാത്ത പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യുക. അതുവഴി നമുക്ക് കുറച്ചെങ്കിലും എമൗണ്ട് അവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ വീടുകളിൽ ബ്രോഡ്ബാൻഡ് ഉള്ളവരുണ്ടല്ലോ, നിങ്ങൾക്ക് ബ്രോഡ്ബാൻഡ് ഉള്ളവരാണ്, പക്ഷേ എന്തുകൊണ്ട് ഒരു കേബിൾ കണക്ഷനും ഉണ്ട്. പക്ഷേ ടി വി നിങ്ങൾ കൂടുതലും വാർത്തകൾ മാത്രമേ കാണാനായിട്ട് ഉപയോഗിക്കൂ എന്നുണ്ടെങ്കിൽ, സ്മാർട്ട് ടി വിയും ആണെങ്കിൽ, നിങ്ങളുടെ ഒരു സ്മാർട്ട് ടി വി ആണ്, വീട്ടിൽ ബ്രോഡ്ബാൻഡും ഉണ്ടെങ്കിൽ വാർത്ത മാത്രം കാണാൻ ഒരിക്കലും നിങ്ങൾ കേബിൾ കണക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. സ്മാർട്ട് ടി വിയിൽ യൂട്യൂബ് ഉണ്ടല്ലോ, എന്തായാലും ബ്രോഡ്ബാൻഡ് ഉള്ളതുകൊണ്ട് സ്മാർട്ട് ടി വി ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെറ്റ് കണക്ട് ചെയ്യാം. വൈഫൈ ത്രൂ നെറ്റ് കണക്റ്റഡ് ആക്കി നിങ്ങളുടെ സ്മാർട്ട് ടി വിയിലൂടെ യൂട്യൂബ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓൾമോസ്റ്റ് എല്ലാ വാർത്താ ചാനലുകളും ഫ്രീ ആയിട്ട് തന്നെ ലൈവായി കാണാൻ പറ്റും. വാർത്ത മാത്രം കാണാൻ വേണ്ടി നമ്മൾ കേബിളിനെ ആശ്രയിക്കാതെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്താൽ കേബിളിലേക്കുള്ള മാസത്തെ റെൻറ്റ് കൊടുക്കാണ്ട് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ബ്രോഡ്ബാൻഡിന് മാത്രം പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയല്ലോ നമ്മുടെ നെറ്റ് ചാർജിങ്. അപ്പം അത് ഒരു നല്ലൊരു ഐഡിയ ആണ്. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ ചിലപ്പോൾ സ്മാർട്ട് ടി വി അല്ല, എൻ്റെ നോർമൽ ടി വി ആണ്. അപ്പം എങ്ങനെ എനിക്ക് ഇതേപോലുള്ള ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ ടി വി എനിക്ക് സ്മാർട്ട് ടി വി ആക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനൊരു മെത്തേഡുണ്ട്. ആമസോണിൻ്റെ ഫയർ സ്റ്റിക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി വിയുടെ സൈഡിൽ USB കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ കണക്ട് ചെയ്താൽ നിങ്ങളുടെ ടി വി എന്താക്കാം? സ്മാർട്ട് ടി വി ഒക്കെ മാറ്റാം. അവിടെയും നിങ്ങൾക്ക് ബ്രോഡ്ബാൻഡ് ഉണ്ടെങ്കിൽ നെറ്റ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് യൂട്യൂബോ അതുപോലുള്ള പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാച്ച് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കേബിൾ കണക്ഷനോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനോ ക്യാൻസൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് പൈസ അവിടെ സേവ് ചെയ്യാം. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, അതായത് ഇപ്പോൾ നമ്മൾ വീക്ക്ലി ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ഔട്ട്സൈഡിൽ പോയി ഹോട്ടൽസിൽ നിന്നൊക്കെ നമ്മൾ ഫുഡ് കഴിക്കും അല്ലേ? വെറൈറ്റി ഒരുപാട് ഫുഡുകൾ ട്രൈ ചെയ്യാറുണ്ട്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്നും കുറച്ച് എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഫാമിലിയുമായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ എന്തായാലും നമ്മൾ പുറത്ത് പോയി കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പോയി നമ്മൾ ഫുഡ് കഴിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി കഴിക്കുന്നത്, നിങ്ങളൊരു വീക്ക്ലി ഒരു മന്ത്ലി ഉള്ള ഒരു കണക്ക് നോക്കിയാൽ മതി. ഏറ്റവും കുറഞ്ഞൊരു 500 to 1000 നിങ്ങൾക്ക് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റി. മൂന്നാമത്തെ ടിപ്പ്, ബൈ ഗ്രോസറീസ് ഇൻ ബൾക്ക്. അതായത് നമ്മുടെ ഇപ്പം കൂടുതലും സാധനങ്ങൾ വീട്ടിൽ വാങ്ങിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഗ്രോസറി വാങ്ങിക്കുന്ന അടുത്തുള്ള ഷോപ്പിലോ ഒക്കെ ആയിരിക്കും അല്ലേ? ഇപ്പോൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നമ്മൾ കുറച്ച് ചില്ലറയായിട്ടൊക്കെ വാങ്ങിക്കാറുണ്ട് അല്ലേ? മറ്റുള്ള നമ്മുടെ പാചകത്തിന് വേണ്ടുന്ന ഒരു മാസത്തെ സാധനങ്ങൾ. അപ്പം ഇങ്ങനെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ചില്ലറയായിട്ട് കുറച്ച് വാങ്ങിക്കാണ്ട് ബൾക്കിന് മേടിച്ച് കഴിഞ്ഞാൽ അവിടെയും കുറേ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയിരിക്കും. പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും പറ്റും. ജിയോ മാർട്ട്, നിങ്ങളുടെ അവിടേക്ക് ജിയോ മാർട്ട് അവൈലബിൾ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് മേടിക്കാം ബൾക്കായിട്ട്. ആമസോണിൻ്റെ ഫ്രഷിനാണ് മേടിക്കാം. ഇതുപോലെ ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അത് നോക്കുക, അല്ലെങ്കിൽ ഹോൾസെയിൽ പോലുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ ബൾക്കിന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ കുറേയധികം പൈസ സേവ് ചെയ്യാൻ പറ്റിയിരിക്കും. അടുത്ത നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ യൂസ് UPI ക്യാഷ് ബാക്ക്സ്. അതായത് നമുക്കിപ്പോൾ ചില ആപ്ലിക്കേഷന് നമ്മൾ കൂടുതലും പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ ക്യാഷ് അല്ലല്ലോ, എല്ലാം നമ്മൾ UPI പേയ്മെൻറ്റുകളല്ലേ ചെയ്യാറ്. ജെനുവൻ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. പക്ഷേ ഈ ജെനുവൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് എപ്പോഴും നമുക്ക് ഒരിക്കലും ക്യാഷ് ബാക്ക് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ തന്നുകൊണ്ടിരുന്ന ക്യാഷ് ബാക്ക് ഒന്നും ഇപ്പോൾ ആർക്കും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? ഇപ്പം സൂപ്പർ മണി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് നമുക്ക് ഷുവർ ക്യാഷ് ബാക്ക് ആയിട്ട് ഏതൊരു പുതിയ മർച്ചൻറ്റ് ട്രാൻസാക്ഷനും നമുക്ക് കിട്ടും. ഒരു രൂപയെങ്കിലും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടാറുണ്ട് അല്ലേ? നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും.
അപ്പോൾ ഇതുപോലുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ജെന്യുവിൻ പ്ലാറ്റ്ഫോമിനെ നമ്മളൊന്ന് സോർട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് കൂടുതൽ മെർച്ചൻറ്റ് പേയ്മെൻറ്റുകൾ, അതായത് പുറത്ത് പോയി ഹോട്ടലിൽ നിന്നോ മറ്റെന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കുന്ന സാധനങ്ങളുടെ ബില്ല് ചെയ്യുന്ന സമയത്ത് മെർച്ചൻറ്റ് UPI പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്യാഷ് ബാക്ക്സ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറേ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടിപ്പാണ്. അതായത് അവോയ്ഡ് യൂസ്ലെസ് പർച്ചേസസ്. അനാവശ്യമായിട്ടുള്ള പർച്ചേസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നമ്മളിപ്പോൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമോ ആയിക്കോട്ടെ. ഇനി അതുമല്ല, നമ്മൾ ഡയറക്റ്റ് സൂപ്പർ മാർക്കറ്റ്സിലേക്ക് പോകുമ്പോഴാണെങ്കിലും നമ്മൾ കണ്ണിൽ പെടുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യാം, വാങ്ങിക്കാനുള്ള ടെൻഡൻസി തോന്നാറുണ്ട്. സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു കോമൺ ഒരു ട്രിക്ക് ഉണ്ട്, എന്താണെന്നറിയില്ലേ? അവിടെ ഒന്ന് ക്ലോക്ക് ഇല്ല, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമേ ചെല്ലുമ്പം നമുക്ക് ഈസിനെസ്സിന് വേണ്ടി എന്ത് ചെയ്യും, ഒരു ട്രോളി എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത് അല്ലേ. ഈ ട്രോളിയിൽ നമ്മൾ കണ്ണി കണ്ട എല്ലാ സാധനവും വാരിയിടുമെന്ന് അവർക്കറിയാം. ഓക്കെ, അപ്പം അത് മാത്രമല്ല, അവിടെ നമ്മൾ എല്ലാ സാധനങ്ങളും നമുക്ക് പെട്ടെന്ന് കൈയെത്താൻ ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ കൂടുതലും എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങളെല്ലാം അവർ പ്രൈസ് ചെയ്തേക്കും, ഒത്തിരി ഹൈറ്റ് ഒന്നും വയ്ക്കാണ്ട് തന്നെ. അപ്പം നമുക്ക് കണ്ണിപ്പെടുമ്പോൾ അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും അവരങ്ങനെ പ്ലേസ് ചെയ്യുന്നത്. എന്നാൽ അത്യാവശ്യമുള്ള അരി അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് സാധനമെല്ലാം ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കാം കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ പോകുമ്പോൾ ഒരു ഫോക്കസ് വേണം കറക്റ്റായിട്ട്. ഞാൻ ഇതാണ് പ്രൊഡക്റ്റ് ഞാൻ മേടിക്കാൻ പോകുന്നത്, ഈ ഒരു പ്രൊഡക്റ്റാണ്, അല്ലാതെ വേറൊന്നും എൻ്റെ മനസ്സിലില്ല എന്നുള്ളൊരു ഐഡിയ വേണം. രണ്ടാമതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ മാസത്തെ സാലറിയിൽ നിന്ന് കുറഞ്ഞത് ഒരു 1000 rupees എങ്കിലും സേവ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഡ്രീമും കൂടെ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല, അനാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ എടുത്ത് നമ്മുടെ ബാസ്ക്കറ്റിൽ ഇടില്ല എന്നുള്ളതാണ്. അപ്പം ആവശ്യമുള്ളത് മാത്രം പർച്ചേസ് ചെയ്യാം. ആമസോൺ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും നമ്മൾ അത് എപ്പോഴും ഓഫേഴ്സൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, ഇടയ്ക്കിടയ്ക്ക് അവർ ഓഫേഴ്സ് ഇട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുക, അനാവശ്യമായിട്ടുള്ള ഒരു പർച്ചേസും ചെയ്യാതെ ആവശ്യമുള്ളവരെ മാത്രം നമ്മൾ വാങ്ങിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും വെറൈറ്റി ടിപ്പ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത വീഡിയോ